ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നത്. ഇന്നും ഞാനൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന് കാരണം നിങ്ങളാണ്. ലാസ്റ്റ് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ കുറച്ച് മെസ്സേജ് വന്നപ്പോൾ അതിൽ എനർജിയിൽ എന്നാൽ പിന്നെ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത് വെക്കാമെന്ന് വെച്ചിട്ട് എടുത്തതാണ്. സിയാഷ് ഫാമിലിയിൽ 592 സബ്സ്ക്രൈബേഴ്സോളമായി. ഭയങ്കര സന്തോഷം. നമ്മൾ ഫെബിൽ സ്റ്റാർട്ട് ചെയ്താണ് നമ്മുടെ ജേണി. അപ്പോൾ അൽഹംദുലില്ലാ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടോടു കൂടി ഇത്രയും എത്തി. വീഡിയോസൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട്. ഞാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടുണ്ട്, ഞാൻ പഠിച്ചുകൊണ്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനും എൻ്റെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോൾ തന്നെ മോള് വിളിച്ചിട്ട് പറഞ്ഞു അവൾ സ്കൂളിലൊരു പ്രൊജക്റ്റ് ഉണ്ട്, മമ്മ നമുക്കൊരു വീഡിയോ എടുത്ത് തരുമോ എന്ന് ചോദിച്ച് അവൾ ഫ്രണ്ട്സായിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ആകെ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എൻ്റെ വ്ളോഗ് അല്ലെങ്കിൽ ഞാൻ ആടെ ഇടി പോയിട്ട് എടുക്കുന്ന പോലെയല്ലല്ലോ. അവളുടെ സ്കൂൾ പ്രൊജക്റ്റിന് വേണ്ടി ഒരു വീഡിയോ എടുക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ അവൾ വിളിച്ചപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡായി. അങ്ങനെ ഞങ്ങൾ പാർക്കിലേക്ക് പോയി. അവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്യേണ്ടത്. അങ്ങനെ പിന്നെ ആ വീഡിയോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ നടന്നത്. നമ്മളെ വീടിൻ്റെ അടുത്ത് നിന്ന് വെറും 10 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസിലുള്ള പാർക്കാണ്. ഒരു ഹിൽ പാർക്കാണ്. നല്ല രസം ഇവിടെ ഇരിക്കാനും കാണാനൊക്കെ. ഇന്നാണെങ്കിൽ ആകാശം നോക്കുമ്പോൾ പ്രത്യേക ഒരു ഭംഗി, അതുപോലെ വലിയ തണുപ്പില്ല ചൂടില്ല, ഒരു രസമുള്ള വെതർ. അങ്ങനെ ഇറങ്ങി അൽഹംദുലില്ലാ ആ ഒരു പ്രൊജക്റ്റിൻ്റെ വീഡിയോ എടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റി. ഇനി എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് എന്താണെന്നറിയില്ല, മൈൻഡിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കിടന്ന് ഓടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു കാര്യം ആലോചിച്ചത്, നമ്മളെല്ലാം ചെറുതിൽ നമ്മളോടെല്ലാം ചോദിക്കൂ എനിക്ക് വലുതായി കഴിഞ്ഞാൽ എന്താകണമെന്ന്. ഇപ്പോൾ നമ്മൾ മക്കളോട് തന്നെ നമ്മൾ ചോദിച്ചുകൊണ്ടുണ്ട് അല്ലേ. ഒരു പോയിന്റ് എത്തുന്നവരെ എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടായിട്ടില്ല. 2017 ഞാൻ ടീച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഞാൻ ഓർത്ത് ഓക്കെ ടീച്ചറായിരിക്കും, അല്ലെങ്കിൽ ടീച്ചിങ് ആണ് എൻ്റെ പാഷൻ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അത് സ്റ്റാർട്ട് ചെയ്തത്. അൽഹംദുലില്ലാ ഞാൻ ആ ജോലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത്. 5 വർഷം ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ട് ചെയ്യണം അല്ലെങ്കിൽ കഷ്ടപ്പെടും എന്നുള്ളത്. പക്ഷെ ഞാൻ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടേനു. പിന്നെ ഞാൻ അതിൽ നിന്ന് ബ്രേക്ക് എടുത്ത് ആ ബ്രേക്കിലാണ് നമുക്ക് മനസ്സിലായത് അതല്ല ഞാൻ പാഷനായിട്ട് കൊണ്ടു നടക്കുന്നത് ഈ വീഡിയോഗ്രാഫി എഡിറ്റിംഗ് ആണ്. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ റീൽസ് ഇടുമെങ്കിലും ഞാൻ ഇത്രയും പാഷനായിട്ട് അല്ലെങ്കിൽ ഇത്രയും സിൻസിയറായിട്ട് ഞാൻ വീഡിയോസ് എടുക്കാൻ തുടങ്ങിയതും അതിലേക്ക് ശരിക്കും ആ ഒരു കംഫർട്ട് സോൺ എന്താണെന്ന് തിരിച്ചറിഞ്ഞതും എല്ലാം ഈ യൂട്യൂബ് ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ്. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് തന്നെ മനസ്സിലായി. അങ്ങനെ കുറച്ചു നേരം പാർക്കിൽ പിള്ളേരെ കളിപ്പിച്ചതിന് ശേഷം നേരെ വീട്ടിലേക്ക് പോവാന്ന് ഞാൻ അവർ വരുന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ വേഗം നെയ്ച്ചോറും പരിപ്പ് കറിയും ഇഷ്ടിൻ്റെ കറിയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മട്ടൻ്റെ ഇഷ്ടം ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ തലശ്ശേരിക്കാർക്ക് ആര് വന്നാലും കുട്ടികളായാലും വലിയ ആളായാലും നമ്മളെപ്പോർക്ക് ഒരു ഗസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ വയറ് നിറച്ച് ഫുഡ് കൊടുത്ത് അവരെ പറഞ്ഞു വിടാനാണ് ഇഷ്ടം. അങ്ങനെ പിള്ളേരത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്. ഇടുത്ത മക്കളായതുകൊണ്ട് തന്നെ എരിവ് അവർക്ക് തീരെ പറ്റൂല. അങ്ങനെ എല്ലാം അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ച് ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മീഡിയ റൂമിൽ ഞാനൊരു മൂവി ഇട്ട് കൊടുത്ത് അവരവിടുന്ന് ചില്ല് ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ വേഗം അടുക്കളയിൽ പോയിട്ട് എൻ്റെ ഫുഡ് ഉണ്ടാക്കി. അങ്ങ് ചോറ് വേണ്ടീനു. അങ്ങനെ ഞാൻ വേഗം ചപ്പാത്തി ഉണ്ടാക്കി. രാത്രിയിലെ വ്ളോഗ് ഞാൻ അധികം കാണിക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ വ്ളോഗ് എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ വേഗം ചപ്പാത്തിയെല്ലാം ഉണ്ടാക്കി കഴിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ഉച്ചയ്ക്ക് ഒന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ വീഡിയോൻ്റെ കാര്യം മറന്നുപോയി. പിന്നെ വേഗം ഫുഡ് അടിയൊക്കെ ആയിരുന്നു. പിറ്റേന്ന് രാവിലേക്കുള്ള ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് പിന്നെ ഉഴുന്ന് ശരിക്കും പറഞ്ഞാൽ ഉഴുന്ന് ദോശയ്ക്ക് ഇട്ടതാണ്. പക്ഷെ പിന്നെ മനസ്സിലായി അരിയില്ലെന്ന്. അതുകൊണ്ട് ഉഴുന്ന് വട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉഴുന്നെല്ലാം വെള്ളത്തിലിട്ടിട്ട് ഞാൻ അതൊക്കെ അരച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ രാവിലെ അത് ജസ്റ്റ് ചുട്ടാൽ മതി. രാവിലെ ലഞ്ചിന് എന്ത് കൊടുത്ത് വിടും എന്നുള്ളത് എപ്പോഴും ഭയങ്കര ഒരു ടാസ്ക്കാണ്. എല്ലാ ഉമ്മമാർക്കും അറിയാതെ. അപ്പോൾ നാളെ ഉഴുന്നുവടയും ചമ്മന്തി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻസൊക്കെ കഴിഞ്ഞ് അൽഹംദുലില്ലാ നല്ല രീതിയിൽ ഇന്നത്തെ ദിവസം കഴിഞ്ഞു പോയി. അപ്പം നിങ്ങളെ ദിവസവും അടിപൊളിയായിട്ട് കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ.